ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് ഓൺ വേൾഡ്. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണേ. 3 ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയുക, ഡിന്നറാക്കിയിട്ടും കഴിക്കാം. സൂപ്പർ ടേസ്റ്റിയാണേ, സിമ്പിൾ റെസിപ്പി. ഇത് പച്ചരിയാണ്. തലേന്ന് രാത്രി 2 ഗ്ലാസ് പച്ചരി കഴുകി പുതിർത്ത് വെക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് അരി നന്നായി അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ തേങ്ങയും കൂടി ചേർത്തിനെ നന്നായി വെള്ളവും ചേർത്ത് അരച്ചെടുത്തതാണ്. സാധാരണ ദോശേനെ പോലെയല്ല, കുറച്ച് വെള്ളം അധികമായിരിക്കും. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ നേരിയ ദോശയാക്കാനാണ് വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തത്. ഇതിനെ നീർദോശ എന്നാണ് പറയാറ്. അരിയും തേങ്ങയും ഉപ്പും മാത്രം ചേർത്തതാണ്. പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തത്. ഇത് നമ്മുടെ ഫസ്റ്റ് ദോശയാണ്, നീർദോശ. വെള്ളം കൂടുതൽ ചേർത്ത് ചുട്ടെടുക്കുന്നതുകൊണ്ടാണ് നീർദോശ എന്ന് പറയുന്നത്. നീരു മീൻസ് വെള്ളം. സെയിം ദോശമാവിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നെക്സ്റ്റ് ഡിഷ് തയ്യാറാക്കുക. കുറച്ച് സവാള അരിഞ്ഞത് സെയിം ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അരിഞ്ഞു മാറ്റി വെക്കുക. നെക്സ്റ്റ് ഡിഷ് എന്ന് പറഞ്ഞത് നമ്മുടെ കലത്തപ്പാണ്. സെയിം അരിമാവിലോട്ട് കുറച്ച് സവാളയും കൂടി ചേർത്ത് ഒരു പാൻ പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് അതിലോട്ട് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. സവാള നന്നായി പൊരിഞ്ഞ് വരണേ. സവാളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി നന്നായി പൊരിഞ്ഞ് വരണേ, ഒരു ഗോൾഡൻ കളർ. സവാളയും പച്ചമുളകും കറിവേപ്പിലയും നന്നായി ഫ്രൈ ആയി ഗോൾഡൻ കളർ ആയ ശേഷം നമ്മുടെ ദോശമാവ് ചേർത്ത് കൊടുക്കുക. ദോശമാവ് ചേർത്ത ശേഷം ഇളക്കാൻ പാടില്ല. അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് 4-5 തവണ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച ശേഷം നമുക്ക് ദോശേനെ മറിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണേ നമ്മുടെ കലത്തപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടായി പോവാതെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കുക. നന്നായി വെന്ത ശേഷം മാത്രമേ മറിച്ചിടാൻ പറ്റുള്ളൂ. കലത്തപ്പത്തിൻ്റെ 2 സൈഡും നന്നായി പൊരിച്ചെടുക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി കലത്തപ്പം റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയിലോട്ട് പോകാം. സെയിം ദോശമാവിലോട്ട് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തതാണ്. ഇത് ഒനിയൻ ദോശയാണേ. സവാളയും കറിവേപ്പിലയും പച്ചമുളകും മാത്രമാണ് ചേർത്തത്. നമ്മൾ ഫസ്റ്റാക്കിയ ദോശയില്ലേ നീർദോശ, അതുപോലെ തിന്നല്ല. നമ്മൾ സെക്കൻഡാക്കിയ ദോശയില്ലേ കലത്തപ്പം, അതുപോലെ ഫാറ്റും അല്ല. ഒനിയൻ ദോശ മീഡിയം സൈസാണ്. നോക്കിക്കേ, നമ്മൾ സൂപ്പർ 3 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയായി. ഇത് നമ്മുടെ ഒനിയൻ ദോശ, സൂപ്പർ ടേസ്റ്റാണ്. നെക്സ്റ്റ് നമ്മുടെ നീർദോശയാണ്. നല്ല സോഫ്റ്റ് ദോശയാണ്, സൂപ്പർ ടേസ്റ്റാണ്. നെക്സ്റ്റ് നമ്മുടെ കലത്തപ്പാണ്, സൂപ്പർ ടേസ്റ്റാണ്. മേലെ കുറച്ച് ക്രിസ്പിയും താഴെ നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. 3 റെസിപ്പിക്കും സെയിം ദോശമാവാണ് ചേർത്തത്. പച്ചരിയും തേങ്ങയും കൂടി അരച്ച മാവിലോട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമാണ് ചേർത്തത്. നല്ല സൂപ്പർ ഡിഷാണ്, മസ്റ്റ് ട്രൈ.